കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും അവരുടെ വീടുകളിൽ എത്തിക്കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തൊട്ടു പിന്നാലെ അകൽച്ചകൾ മറന്ന് ഐക്യ സന്ദേശം നൽകി കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും. മഞ്ഞുരുകലും പടയൊരുക്കവുമായ കണ്ടുമുട്ടലുകൾക്കാണ് ഇന്ന് തലസ്ഥാനം സാക്ഷിയായത്. മുഖ്യമന്ത്രി പോരിൽ കൂട്ടം തെറ്റിയ രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തിയത്. നീരസങ്ങൾ മറന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നേതാക്കൾ സൗഹൃദം പങ്കുവച്ചു. ചെന്നിത്തലയുടെ വസതിയിൽ നിന്ന് പിന്നീട് സതീശൻ നേരെ പോയത് കെ.സി. വേണുഗോപാലിനേക്കാണ്. പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടെന്ന് ഇരു നേതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പാർട്ടിയോടെല്ലാം പാർട്ടി തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി തീരുമാനത്തിന് മേൽ ആട്ടി ഉറച്ചു നിന്ന് പോരാടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു വിഷയവും തർക്കത്തിലില്ല. ഞങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റായി ഇരുന്നാൽ തീരാത്ത ഒരു വിഷയത്തിൻ്റെ അകത്തില്ല. വി.ഡി. സതീശൻ മടങ്ങിയതിനു പിന്നാലെ കെ.സി. വേണുഗോപാൽ എത്തിയത് രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ. കെ.സിയും ആർ.സിയും രണ്ടല്ല, ഇനി ഒന്നാണെന്ന സന്ദേശം നൽകുന്ന കൂടിക്കാഴ്ച. മന്ത്രിസ്ഥാനങ്ങളിൽ തൃപ്തനാണോ എന്ന ചോദ്യത്തിന് ചെന്നിത്തലയുടെ മറുപടി ഒരു പുഞ്ചിരി മാത്രം. ആഭ്യന്തര വകുപ്പ് ഉറപ്പിക്കുമ്പോഴും കൂടെയുള്ളവർക്ക് വേണ്ടി പിടിമുറുക്കുകയാണ് ചെന്നിത്തല. മന്ത്രിമാരുടെ പട്ടികയിൽ വിട്ടുകൊടുക്കാൻ കെ.സി. പക്ഷവും തയ്യാറല്ല. തന്നെ അവഗണിച്ചെന്ന തോന്നലിൽ കടുത്ത അതൃപ്തനാണ് കൂട്ടത്തിൽ സീനിയറായ ചെന്നിത്തല. ഹൈക്കമാൻഡ് ഒപ്പം നിന്നിട്ടും ഘടകകക്ഷികളുടെ കടുംപിടുത്തത്തിൽ മുറിവേറ്റ നേതാവാണ് കെ.സി. വേണുഗോപാൽ. പുറത്തുകാട്ടുന്ന പുഞ്ചിരിയിൽ വിട്ടുവീഴ്ചയുടെ ഒരു കണിക പോലും ഉണ്ടാകില്ലെന്ന് ഉറപ്പ്. റിപ്പോർട്ടർ, ദില്ലി.